പാരീസ് എല്ലാവരുടെയും ലോകപ്രിയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫ്രാൻസിലെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഐക്കണായിട്ടുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഐഫൽ ടവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഐഫൽ ടവർ ഉണ്ടാക്കിയത് ഈ ഇരുമ്പിൻ്റെ ഉരുക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ലോകത്തിൻ്റെ ഒരു അത്ഭുതമായിട്ടാണ് എല്ലാവരും അത് കാണുന്നത്. ഈ ലോകാത്ഭുതത്തിൻ്റെ ഒരു കഥ പുറമേ ഉണ്ട്. ആ കഥയിലേക്കല്ല ഞാൻ വരുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കിയ ഐഫൽ എന്ന ആളുടെ പേരിലാണ് ഈ സ്ഥാപനം, ഈ ഒരു മോണമെൻ്റ് നമ്മൾ അറിയുന്നത്. ഐഫൽ അദ്ദേഹത്തിൻ്റെ ഒരു സാഹസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് $6 മില്യൺ വില വന്നു. അന്ന് ഇയാൾക്ക് കാശൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗവൺമെൻറ് അത് സമ്മതിച്ചിട്ടുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിന് ഇത്രയും വലിയ കമ്മിറ്റ്മെൻറ്റ് വരുമെന്ന് മേടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് $1 മില്യൺ അവർ ഗവൺമെൻറ് തന്നു, ഫ്രാൻസ് ഗവൺമെൻറ്. ഇവിടെ ഒരു വലിയൊരു എക്സിബിഷൻ നടക്കുന്ന സമയത്തായിരുന്നു അത് നടന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്, സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് ബാക്കിയുള്ള $5 മില്യൺ അദ്ദേഹം ഈ സ്ഥാപനം പണിയാനായിട്ട് ചെയ്തു. എല്ലാവരും ആദ്യമായിട്ട് കളിയാക്കി ഈ ഇരുമ്പ് കൊണ്ട് എന്തുണ്ടാക്കാനാണ്. കാരണം ഫ്രാൻസിലെ ആൾക്കാർക്ക് ഇരുമ്പെന്ന് പറഞ്ഞാൽ, ഇരുമ്പിൻ്റെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്നത് ഈ ഇരുമ്പിൻ്റെ ഒരു കാര്യം നമുക്ക് വേണ്ട എന്ന രീതിയിലാണ്. പക്ഷെ അന്ന് ഈ ഐഫലിൻ്റെ ഒരു ഇൻട്രസ്റ്റിലാണ് ഈ സ്ഥാപനം വന്നത്. അപ്പോൾ അവർ ഇത് പണിത സമയത്ത് 2 വർഷം 2 മാസം 5 ദിവസം എടുത്തെന്നാണ് പറയുന്നത് ഈ സ്ഥാപനം ഉണ്ടാക്കാനായിട്ട്. ഇത് ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് $6 കോടി അദ്ദേഹത്തിന് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടായി. ആ $6 മില്യൺ 6 മാസത്തിനുള്ളിൽ അയാൾക്ക് തിരിച്ചു കിട്ടും. അത്രയ്ക്ക് ഒരു സാഹസമായിട്ടുള്ള കാര്യത്തിൽ ബിസിനസ് കണ്ടു അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധനമായിട്ട് മാറുന്നു. പക്ഷേ ഭാരതീയരായ നമുക്ക് അഭിമാനിക്കാവുന്ന വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഭാരതത്തിൽ ഇതിനേക്കാൾ വലിയ ഇപ്പോൾ 330 മീറ്റേഴ്സാണ് ഭാരതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ചെനാബിൻ്റെ ഒരു റെയിൻബോ ഒരു റെയിൽവേ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതിന് ഏകദേശം 360 മീറ്റർ വലിപ്പമാണ്. അത് ഏറ്റവും ഭംഗിയായിട്ടാണ്, ഇതാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇരുമ്പിൻ്റെ ഒരു കൺസ്ട്രക്ഷനായിട്ട് ഇപ്പോൾ കാണുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഇപ്പോൾ കാണുന്നത്. ഇത് കണ്ടിട്ട് വേണം ഇത് നമ്മൾ കാണാനായിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ ലോകത്തിലെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൻ്റെ ആ ചെനാബ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരും ജമ്മുവും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു റിവറാണ്. അതിൻ്റെ മുകളിലാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. അത് കാണേണ്ടതാണ്, ലോകത്തിലെ വലിയൊരു അത്ഭുതമാണ്. ഈ സംഭവത്തിൽ എല്ലാ ഇരുമ്പിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മുടെ കഥാമൃതത്തിൻ്റെ ഒരു കഥ, ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ ജീവിതം നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് എപ്പോഴും കിട്ടുന്ന രീതിയിൽ അന്ന് എന്താണ് മരം വെട്ടി കിട്ടുന്നത് അതിൽ തൃപ്തനായിരുന്നു അദ്ദേഹം എപ്പോഴും. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുമാനം സമ്പാദിച്ചിട്ട് കിട്ടുന്ന ആഹാരം കഴിച്ചിട്ട് അതുകൊണ്ട് തൃപ്തനാവുമായിരുന്നു. അപ്പോൾ ഇത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു മരം വെട്ടുകാരന് സഹായിക്കണമെന്ന് ഒരു ഗന്ധർവന് തോന്നി. ആ ഗന്ധർവൻ പറഞ്ഞു, ഞാനേ ഒരു മരം വെട്ടുന്ന സമയത്ത് ഈ ഗന്ധർവൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മരം എൻ്റേതാണ്, ഈ മരത്തിന് നിങ്ങൾ തൊടാൻ പാടില്ല, കാരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഇത് പറ്റില്ല, ഇത് എൻ്റെ മരമാണ്, ഞാനിത് വെച്ചിട്ട് ഇന്ന് വിറ്റിട്ടാണ് കാശുണ്ടാക്കാൻ സാധിക്കുക എനിക്ക്. അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു, ഇത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഇതിന് ജീവിതം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഞാനൊരു സ്വർണ്ണ കോടാലി തരാം. നിങ്ങൾക്ക് ഈ ഇരുമ്പ് കോടാലി കൊണ്ടല്ലേ, നിങ്ങളൊരു സ്വർണ്ണ കോടാലി ഞാൻ തരാം. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിക്കൂ എന്താ അവർക്ക് വേണമെന്ന് വെച്ചാൽ. അപ്പോൾ അയാൾ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കും. അപ്പോൾ ഭാര്യ പറഞ്ഞു, സ്വർണ്ണത്തിൻ്റെ കോടാലി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ കോടാലി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും, തൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് സംതൃപ്തമായിട്ടുള്ള ജീവിതം നയിക്കുന്നുണ്ട്, നമുക്ക് എന്താ പറയുക, ഈ സ്വർണ്ണത്തിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സാധാരണ രീതിയിൽ ജീവിക്കുന്ന രീതിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുക, നിത്യനിവൃത്തിക്കുള്ള ആ ഇരുമ്പിൻ്റെ കോടാലി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ ഗന്ധർവനോട് വന്ന് പറയുകയാണ്. ഗന്ധർവനോട് പറയാതെ, എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോയാൽ മതി, ഞാൻ വളരെ ശാന്തനാണ്, ഞാൻ എൻ്റെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് അത്ര അത്യാർത്ഥിയൊന്നുമില്ല ലൈഫിൽ, അതുകൊണ്ട് എനിക്ക് ഈ കോടാലി മതി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഈ ഗന്ധർവന് ഭയങ്കര സന്തോഷമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, തനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ ഉണ്ടാക്കി തരാം, നല്ലൊരു വീട് തരാം, അതിനുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാക്കാം, പക്ഷേ തൻ്റെ ഈ സത്യസന്ധതയും ഈ ജീവിതവും ഇതേപോലെ തുടരുകയും വേണം, ഈ നിത്യനിവൃത്തിക്കായിട്ട് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ ചെയ്യണം. ഇങ്ങനെ ഒരു ലൈഫാണ് നമ്മളെല്ലാവരും